ജിഷ കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ ഇടുക്കിയിൽ കസ്റ്റഡിയിൽ. കഞ്ഞിക്കുഴി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നുണ്ട്. ലെസ്ലി, എവിടെ വെച്ചായിരുന്നു അറസ്റ്റ്? മറ്റു വിവരങ്ങൾ. സൗമ്യ, ഇന്ന് രാവിലെയാണ് കഞ്ഞിക്കുഴി പോലീസ് വെൺമണി എന്ന സ്ഥലത്തു നിന്നും ഒരാളെ ജിഷയുടെ ഘാതകിയെന്ന് കാണിച്ച് പോലീസ് പുറത്തുവിട്ട രേഖാചിത്രത്തിനോട് സാമ്യമുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന് വിവിധ ഭാഷകൾ വശമുണ്ട് എന്നും പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വാറന്റുമായി പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് രൂപസാദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് അപ്പോൾ തന്നെ ജിഷാവധ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ മൂവാറ്റുപുഴയിലേക്ക് ഇദ്ദേഹത്തെ അന്വേഷണ സംഘത്തിന് കൈമാറാനായി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സൗമ്യ, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. CBI ഹർജികൾ മാത്രമേ നിലനിൽക്കൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പുതുതായി ഒരു രേഖയും ഹാജരാക്കാൻ ഇടപെടൽ ഹർജി നടത്തിയവർക്കൊന്നും അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൈം നന്ദകുമാർ, KM ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന വിധി. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കേസിൽ കക്ഷി ചേരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ല. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വന്നതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും CBI അഭിഭാഷകൻ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ആവശ്യം നിയമപരമല്ലെന്നും മുൻ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷിചേരൽ ഹർജികൾ കോടതി തള്ളിയത്. റിവിഷൻ ഹർജിയിൽ അന്തിമവാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജി കോടതി അംഗീകരിച്ചു. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിനു വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെട്ടത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. ഗ്രൂപ്പ് ഭേദമന്യേ സുധീറിനെതിരെ പടയൊരുക്കം ശക്തം. സുധീറിന് ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ നിർദ്ദേശം. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചയാളാണെന്ന് സുധീരനെന്ന് സോണിയയ്ക്ക് മുമ്പാകെ തിരുവഞ്ചൂർ. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, കാര്യമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് 3 നേതാക്കളെയും അടിയന്തരമായി ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഇന്നത്തെ ചർച്ച? ഒപ്പം തന്നെ നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെയാണ്? സൗമ്യ, എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണം എന്നൊരാവശ്യം AI ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമായി ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 നേതാക്കളെയും ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ ദില്ലിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു സമവായ ശ്രമത്തിന് തന്നെ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. VM സുധീരൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്നൊരു നിലപാടിലാണ് ഇപ്പോഴും ഹൈക്കമാൻഡ് ഉള്ളത് എന്നൊരു സൂചനകളാണ് ലഭിക്കുന്നത്. എന്നാൽ ഇന്ന് തന്നെ A ഗ്രൂപ്പിനെയൊക്കെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണം KPCC നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. വലിയ രീതിയിൽ ഒരു നേതൃമാറ്റ ആവശ്യം KPCC നേതൃയോഗത്തിലടക്കം ഉയർന്നിരിക്കുന്നു. അതിനാൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം VM സുധീരനെ എന്നൊരു ആവശ്യമാണ് തിരുവഞ്ചൂർ പങ്കുവച്ചത്. നിലവിൽ AICCയിലെ മുതിർന്ന നേതാക്കളും മറ്റുമായി തിരുവഞ്ചൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തിരുവഞ്ചൂർ ദില്ലിയിൽ തന്നെയാണ്. ഹൈക്കമാൻഡുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ശ്രമിക്കുന്നു. I ഗ്രൂപ്പ് നേതാക്കൾ ദില്ലിയിലേക്ക് വരാനിരിക്കുന്നു എന്ന സൂചനകൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 3 നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നത്. നിലവിൽ ഒരു സമവായ ശ്രമത്തിന് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ AK ആന്റണിയുടെ വലിയൊരു പിന്തുണ സുധീറിന് നിലനിൽക്കുന്നു. ഇത് സുധീറിന് അനുകൂലമായി മാറുന്നു എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദം വലിയ രീതിയിൽ സുധീരൻ മാറണമെന്നതാണ്. ഉമ്മൻചാണ്ടിയും ഇത്തരത്തിൽ
UDF ചെയർമാൻ പദവിയും മറ്റും ഏറ്റെടുക്കുന്ന സംബന്ധിച്ചുള്ള നിലപാട് അറിയിച്ചപ്പോഴും ഇത്തരത്തിൽ സുധീരനെ മാറ്റണം എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡുമായി പങ്കുവച്ചിരുന്നു എന്നൊരു സൂചനകളും ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അതിനാൽ വലിയ രീതിയിൽ സുധീരനെതിരെ AI ഗ്രൂപ്പുകൾ പടയൊരുക്കം തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു സമവായ ശ്രമം എന്ന നിലയിൽ 3 നേതാക്കളെയും ചർച്ചയ്ക്കായി ദില്ലിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നത്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പി തിലോത്തമൻ വാർത്താ സമ്മേളനം നടത്തുകയാണ് തത്സമയം. പ്രൊവിഷൻ ഉണ്ടായിരുന്ന 70 കോടി രൂപയ്ക്ക് പകരം 150 കോടിയായി മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. ഗവൺമെന്റിന്റെ നിലപാട് ഇനിയും ആവശ്യം വന്നാൽ വീണ്ടും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക, വിലക്കയറ്റം തടഞ്ഞു നിർത്തുക, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിശ്രമങ്ങളിൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്നാണ് ഞങ്ങളുടെ വിചാരം. മാവേലി സ്റ്റോറുകളെ നവീകരിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈകോ വിതരണം ചെയ്യുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഒരിക്കലും വില വർദ്ധിപ്പിക്കാതെ, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിക്കാതെ വളരെ കർശനമായ നടപടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും അനുബന്ധ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം കുറെ കൂടി നവീകരിക്കുക, മാവേലി സ്റ്റോറുകളെ വൈവിധ്യവൽക്കരിക്കുക, മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ മാവേലി സ്റ്റോറുകൾ സമയബന്ധിതമായി നടപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ശ്രമങ്ങളും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തി ഹൈപ്പർ മാർക്കറ്റുകളെ ഉപരികരിക്കാൻ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉൾപ്പെടെ ആ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നടത്തുകയാണ്. മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ, മരുന്നുകൾ ന്യായവിലയ്ക്ക് ജനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് മാവേലി സ്റ്റോറുകൾ, മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ. ആ മാവേലി മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം കുറെ കൂടി വർദ്ധിപ്പിക്കാനും പ്രധാനപ്പെട്ട സെന്റേഴ്സിലെല്ലാം മാവേലി മെഡിക്കൽ സ്റ്റോറുകൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ പ്രവർത്തനം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കൂടുതൽ പെട്രോൾ ബങ്കുകൾ, LPG സെന്റേഴ്സുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിക്കും. മാവേലി സ്റ്റോറിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ ഉറപ്പുവരുത്തുക, ന്യായവിലയ്ക്ക് മാവേലി ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരണം നടത്തുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ആ ലക്ഷ്യം മുൻനിർത്തിയ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ന്യായവിലയ്ക്ക് സംഭരിച്ച് അവർക്ക് ന്യായവില നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ വളരെ ഫലപ്രദമായി ജോലി ഏറ്റെടുത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിർവഹിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിലും അതിനുവേണ്ടിയുള്ള നല്ല ഒരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. കൃഷിക്കാർക്ക് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സംഭരിച്ച നെല്ലിൻ്റെ വില ഇനിയും കൊടുക്കാനുണ്ട്. ആ തുക സമയബന്ധിതമായി കൊടുത്ത് പൂർത്തിയാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള നടപടികളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിർവഹിച്ചു വരികയാണ്. റംസാൻ നോമ്പ് കാലത്തേക്ക് നാം കടക്കുകയാണ്. ഈ നാളുകളിൽ പ്രധാനപ്പെട്ട നിരവധി കേന്ദ്രങ്ങളിൽ, ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന 70 കേന്ദ്രങ്ങളിലെങ്കിലും റംസാൻ ചന്തകൾ ആരംഭിക്കുക എന്നാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട സെൻറ്റേഴ്സിലും റംസാൻ ചന്ത ഈ സന്ദർഭത്തിൽ ആരംഭിക്കണമെന്നാണ്. അവിടെ പച്ചരി ഉൾപ്പെടെ ഈ ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിക്കാൻ കഴിയുന്ന നല്ല ഔട്ട്ലെറ്റുകളായി അതിനെ മാറ്റണം എന്നാണ്. ഓണത്തിന് ഒരുപാട് ദിവസങ്ങൾ ഇനിയില്ല. ഓണം ഫെയറുകൾ സംഘടിപ്പിക്കാൻ കലകുട്ടികളുടെ ഒരുക്കങ്ങൾ നടത്തണം എന്ന ലക്ഷ്യം മുൻനിർത്തി ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളും ഈ സന്ദർഭത്തിൽ നടത്തുകയാണ്.
അങ്ങനെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ മാവേലി സ്റ്റോർ വിതരണം ചെയ്ത്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത്, സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില ഒരിക്കലും വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് മറ്റുൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിക്കാതിരിക്കുകയാണ് കോർപ്പറേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം കൂടുതൽ ആളുകളെ മാവേലി സ്റ്റോറുകളിലേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ എല്ലാവിധ പരിശ്രമങ്ങളും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സുധീരനെ തള്ളി MM ഹസനും. നേതൃമാറ്റ ചർച്ച കോൺഗ്രസിൽ നടന്നതായി ഹസൻ. വെടിവെച്ചിട്ട് ഠോ എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ഹസൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ഒഴിയാന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റണമെന്നാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. അതായത് കമ്മിറ്റികൾ മാറ്റുമ്പോൾ നിലവിലുള്ള ആളുകളെ മാറ്റിയാലല്ലേ പുതിയ കമ്മിറ്റി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൂർണ്ണമായും മാറി നിൽക്കാൻ തയ്യാറാണ്. അടിപൊളി മാറ്റം വേണമെന്നേ ചർച്ച നടന്നിട്ടുള്ളൂ. VM സുധീരൻ മാറണമെന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരമെന്ന് മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പിണറായി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമല്ല. 1,54,057 കോടി രൂപയാണ് മൊത്തം കടം. 2,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുമുണ്ട്. എങ്കിലും ഭാവി അന്ധകാരം നിറഞ്ഞതാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കും. ജില്ലാതലങ്ങളിലുള്ള പരാതികൾ പരിഹരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉയർന്നുവരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. ഡാമിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം വേണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ സേവനം പരിശോധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LNG പദ്ധതി ഒഴിച്ചുകൂടാനാവില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. സെൻകുമാർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറയേണ്ടി വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഒരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് ആ വെളിപ്പെടുത്തൽ ഞാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. വിലക്കയറ്റവും അഴിമതിയും തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിമതി കേസുകളിൽ ആരോടും രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കായികമന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി മുൻ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് അഞ്ജുവിന്റെ പരാതി. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ. അതേസമയം അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ തന്നോട് മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഒളിമ്പ്യനുമായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അതങ്ങ് അവർ പറയാൻ സാധ്യതയില്ലെന്നാണ്. വളരെ സന്തോഷത്തോട് അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കായികമന്ത്രിയെ പിന്തുണച്ചു. അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അഞ്ജു തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികൾക്ക് കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ പുതിയ സ്കൂൾ ഒരുങ്ങി. പഠനത്തിനായി 7 ക്ലാസ് മുറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ കൃത്യം 10 മണി. കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാൾ ഒരു കുഞ്ഞു വിദ്യാലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 6ഓളം ക്ലാസ് മുറികൾ, ഇരിക്കാൻ നിറമുള്ള കസേരകൾ. നഷ്ടമാകുമോ എന്ന് ഭയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ. മലാപ്പറമ്പ് AUP സ്കൂളിലെ കുട്ടികൾക്ക് സൗകര്യം കുറവാണെങ്കിലും പുതിയ ക്ലാസ് മുറികൾ ഇഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും വീട്ടിലേക്കും നാട്ടിലേക്കുമുള്ള തിരിച്ചുപോക്ക് എന്ന പോലെ തങ്ങൾക്ക് പഴയ സ്കൂളിലേക്ക് മടങ്ങിപ്പോകണം എന്ന് തന്നെയാണ് കുട്ടികൾ ഒന്നടങ്കം പറയുന്നത്. എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് പോകണം.
സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുതൽ ശാശ്വതമായൊരു പരിഹാരം കാണുന്നതുവരെ കുട്ടികളെ കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിലെ ക്ലാസ് മുറികളിൽ തന്നെ ഇരുത്തുമെന്ന് കളക്ടർ എൻ പ്രശാന്ത് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. DDOയും രാവിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ എത്തിയിരുന്നു. വിശാലമായ ഒരു വിദ്യാലയത്തിൽ നിന്നും തങ്ങളെ പറിച്ചുനട്ടതിന്റെ വേദനയിലാണ് ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾ. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലും. മേഘമാധവൻ, കോഴിക്കോട്. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് കെ സുധാകരന്റെ അബദ്ധ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് ജിമ്മി ജോർജിന്റെ ഭാര്യ എന്നായിരുന്നു കെ സുധാകരന്റെ പ്രസ്താവന. EP ജയരാജനെ വിമർശിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലായിരുന്നു സുധാകരന്റെ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിൻ്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിൻ്റെ ഭർത്താവ് ജിമ്മി ജോർജിൻ്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതമർപ്പിച്ചവരാണ്. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ഹോർട്ടികോർപ്പ് വിപണന കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടുന്നു. തീ പൊള്ളുന്ന വിലവർദ്ധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആദായ വിൽപ്പനയെന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ. ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്. പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ. നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്. അതിനെ നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ടു തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.